بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ കഴിഞ്ഞ 25 ദിവസങ്ങളിലായിട്ട് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 26ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഹദീസ് പഠന ക്ലാസ്സാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായിരിക്കുന്ന ഹദീസ് ക്രോഡീകരണ കിതാബാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായിരിക്കുന്ന അബൂദാവൂദ്, മുസ്ലിം, ബുഖാരി തുടങ്ങിയവരുടെ ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് റിയാദുസ് സ്വാലിഹീനിൽ കൂടുതലായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സമൂഹത്തിൻ്റെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരുപാട് ഹദീസുകൾ ഈ മഹത്തായിരിക്കുന്ന ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഈ ഗ്രന്ഥം തിരഞ്ഞെടുത്തതും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് നമ്മൾ ചെയ്യുന്ന ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങൾ എത്തിച്ചു കൊടുക്കുകയും നല്ലതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹദീസ് ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അധ്യായം 69, ദുഷിച്ച കാലവും ഏകാന്തവാസവും. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി രക്ഷപ്പെടുക, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് തരുന്നവരാണ്. ദാരിയാത്ത് സൂറത്തിൽ 50-ാമത്തെ ആയത്ത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നിശ്ചയം ഭക്തനും നിരാശ്രയനും അപ്രശസ്തനുമായ വ്യക്തിയെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. മുസ്ലിം 2965 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? നിശ്ചയം ഭക്തനും നിരാശ്രയനും, നല്ല ഭക്തിയുള്ളവനാണ്, നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കാത്ത ആളാണ്, അപ്രശസ്തനാണ്, വളരെ പ്രശസ്തിയൊന്നുമില്ല, അങ്ങനത്തെ വ്യക്തിയാണ്, അവനെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് അള്ളാഹു പറയുന്നതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം 2965 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, ജനങ്ങളിൽ അത്യുത്തമൻ ആരാണെന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുറപ്രകാരം വിശ്വസിക്കുന്നവനും വിശുദ്ധ യുദ്ധം ചെയ്യുന്നവനുമാണ്. പിന്നെ ആരാണ് അത്യുത്തമൻ എന്ന് ചോദിച്ചപ്പോൾ ഏകാന്തനായ മലമടക്കുകളിൽ അള്ളാഹുവിനെ ആരാധിച്ചു കഴിയുന്നവൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. മറ്റൊരു നിവേദനത്തിൽ, തന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം വരാതിരിക്കാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ വെടിഞ്ഞു കഴിയുന്നവൻ എന്നാണുള്ളത്. ബുഖാരി 11,284 മുസ്ലിം 1888 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
കുഴപ്പങ്ങൾ ഭയന്നുകൊണ്ട് തന്റെ ദീനിനെ രക്ഷിക്കാൻ വേണ്ടി അകന്നു കഴിയുന്നവനായ മുസ്ലിമിന്റെ നല്ല സമ്പത്ത് മയവർഷിക്കുന്ന സ്ഥലങ്ങളിലും പർവ്വത നിരകളിലും അവൻ മേച്ചുകൊണ്ടിരിക്കുന്ന ആടുകളായിരിക്കും. ബുഖാരി 1:65 66 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആടിനെ മേച്ചു നടന്നവരല്ലാത്ത ഒരു നബിയെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, താങ്കളും ആട്ടിടയനായിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. മക്കക്കാർക്ക് വേണ്ടി ഖീറാത്ത് പ്രതിഫലത്തിന് ദീനാർ ദിർഹമിന്റെ ചില്ലറയായിരിക്കുന്ന ദീനാറിന് വേണ്ടി ഞാനും ആടിനെ മേച്ചിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ബുഖാരി 4:363 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചവരാണ്. കാരണം എന്താ? ആടിന്റെ സ്വഭാവം ഒരു നല്ല സ്വഭാവമാണ്. ആട് സുബഹി സമയത്ത് എഴുന്നേൽക്കും, അതുപോലെ ശുദ്ധിയുള്ളത് മാത്രമേ കഴിക്കൂ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആടിനുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലായിട്ട് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളെയും അമ്പിയാക്കളും നബിയാക്കളും ഒക്കെ നിയോഗിക്കപ്പെട്ട എല്ലാ ആളുകളെയും, എല്ലാ മഹാന്മാരായിരിക്കുന്ന നബി അള്ളാഹുവിൻ്റെ തിരുദൂതന്മാരെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യകാലങ്ങളിൽ അവരെ ആട്ടിടയന്മാരാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ. അതാണ് ഇവിടെ പറയുന്നത്, ആടിനെ മേച്ചു നടന്നവരല്ലാത്ത ഒരു നബിയെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, താങ്കളും ആട്ടിടയനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, മക്കക്കാർക്ക് വേണ്ടി ഞാനും ആടിനെ മേച്ചിരുന്നു എന്ന്. ബുഖാരി 4:363 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിനുള്ള ആഹ്വാനമോ ഭയാനക ശബ്ദമോ കേൾക്കുമ്പോഴേക്കും ഞാൻ കുതിരപ്പുറത്ത് കയറി ശത്രുക്കളെ വധിക്കാനോ മരിക്കാനോ തയ്യാറായി പറക്കുന്നവനോ, പർവ്വത നിരകളിലോ കുന്നിൻ താഴ്വരകളിലോ ചെറിയ ആട്ടിൻ കൂട്ടങ്ങളെ മേച്ചു ജീവിക്കുന്നവനോ, നിസ്കാരം നിർവഹിച്ച് സകാത്ത് കൊടുത്ത് മരണം വരെ റബ്ബിനെ ആരാധിച്ചു ജീവിക്കുന്നവനോ ആണ് ജനങ്ങളിൽ ഉത്തമൻ. എന്തൊക്കെയാണ്? യുദ്ധത്തിനുള്ള ആഹ്വാനമോ ഭയാനക ശബ്ദമോ കേൾക്കുമ്പോഴേക്കും തന്റെ ശത്രുക്കളെ തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ശത്രുക്കളെ വധിക്കാനോ മരിക്കാനോ തയ്യാറായി പറക്കുന്നവൻ. ഒന്ന് പർവ്വത നിരകളിലും കുന്നിൻ താഴ്വരകളിലോ ചെറിയ ആട്ടിൻകൂട്ടങ്ങളെ മേച്ച് ജീവിക്കുന്നവൻ, നിസ്കാരം നിർവഹിച്ച് സകാത്ത് കൊടുത്ത് മരണം വരെ റബ്ബിനെ ആരാധിച്ച് ജീവിക്കുന്നവനോ ആണ് ജനങ്ങളിൽ ഉത്തമനെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ ചിന്തിക്കാം. മുസ്ലിം 1889 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പ്രശസ്തിയുള്ളവരൊന്നല്ല ഉത്തമൻ. പ്രശസ്തിയുണ്ടെന്ന് കരുതി അവൻ വലിയ ഉത്തമനാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമനായിരിക്കുന്ന ആളുകൾ ഇവരൊക്കെയാണെന്ന് ആരംഭ നബിയുന ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അധ്യായം 70 ജനങ്ങളുമായി ഇടപഴകുന്നതിന്റെ ഉത്തമം. ജനങ്ങളുമായി ഇടപഴകുന്നത് വളരെ ഉത്തമമുള്ള കാര്യമാണ് എന്ന് പറയുന്നു. ജമാഅത്തുകൾ, നന്മയുടെ സദസ്സുകൾ, ദിക്ർ മജ്ലിസുകൾ എന്നിവയിൽ ജനങ്ങളോടൊപ്പം പങ്കെടുക്കലും രോഗസന്ദർശനവും മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളലും, നിർധനരെ സഹായിക്കലും, നന്മ കൽപ്പിക്കലും, തിന്മ തടയലും, വിവരമില്ലാത്തവർക്ക് മാർഗദർശനം നൽകലും, ജനങ്ങളെ ആക്രമിക്കാതിരിക്കലും, മർദ്ദിക്കപ്പെട്ടാൽ ക്ഷമ പാലിക്കലും ഉത്തമമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്ന, അത്തരം കാര്യങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ബാബാണിത്. നീ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞതനുസരിച്ച് ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നബിമാരും സ്വീകരിച്ച മാർഗം. സച്ചരിതരായ ഖലീഫമാരും അവർക്ക് ശേഷമുള്ള സഹാബികളും താബിഉകളും അവരുടെ പിൻഗാമികളായ മുസ്ലിം പണ്ഡിതന്മാരും ഉത്തമന്മാരും ഈ മാർഗമാണ് സ്വീകരിച്ചത്. താബിഉകളിൽ അധിക പേരും അവരുടെ പിൻഗാമികളുടെയും അഭിപ്രായവും ഇത് തന്നെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും അഹ്മദ് റളിയല്ലാഹു അൻഹും കർമ്മശാസ്ത്ര പണ്ഡിതർ അധിക പേരും ഈ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇത് മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അള്ളാഹു പറഞ്ഞു, ഭക്തിക്കും ഗുണത്തിനും നിങ്ങൾ പരസ്പരം സഹായിക്കണം. മാഇദ സൂറത്തിലെ 2-ാമത്തെ ആയത്ത്. ധാരാളം ആയത്തുകൾ വിഷയസംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പ്രതിപാദിച്ചത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്.
അധ്യായം 71 വിനയവും അനുനയവും. അള്ളാഹു പറഞ്ഞു, നിന്നെ പിന്തുടർന്ന് വിശ്വാസികളോട് പതിഞ്ഞ സ്വരത്തിൽ നീ പെരുമാറണം. നിന്നെ പിന്തുടരുന്ന വിശ്വാസികളോട് പതിഞ്ഞ സ്വരത്തിൽ നീ പെരുമാറണം, വിനയം കാണിക്കണമെന്ന് സാരം. സൂറത്തിലെ 215 ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ മതത്തിൽ നിന്നും വ്യതിചലിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിശ്വാസികളോട് വിനയം കാണിക്കുന്ന അവിശ്വാസികളോട് കാഠിന്യം പുലർത്തുന്ന ഒരു ജനതയെ അവൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? നിങ്ങൾ മതത്തിൽ നിന്നും വ്യതിചലിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസികളോട് വിനയം കാണിക്കുന്ന അവിശ്വാസികളോട് കാഠിന്യം പുലർത്തുന്ന ഒരു ജനതയെ അവൻ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാഇദ സൂറത്തിൽ 54 ആയത്തിലൂടെ നമ്മോട് അറിയിക്കുകയാണ്. ജനങ്ങളെ, നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ വിവിധ വംശക്കാരും ഗോത്രക്കാരുമായി മാറ്റിയത്. നിങ്ങളിൽ ഭക്തി മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുത്തമൻ. നിങ്ങളിൽ ഭക്തൻ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുത്തമൻ എന്ന് നജ്മ് സൂറത്തിലെ 32 ആയത്തിലൂടെ നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അറാഫ് നിവാസികൾ സ്വർഗ നരകങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അറാഫ്. ഈ അറാഫ് നിവാസികൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം. ചിലരെ വിളിക്കും, ചില പ്രത്യേക അടയാളങ്ങളാൽ അവരെ തിരിച്ചറിയാം. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങളുടെ സാമൂഹിക ബലവും നിങ്ങൾ നടിച്ചിരുന്ന അഹംഭാവവും നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? അല്ലാഹുവിന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയില്ലെന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ തന്നെയായിരുന്നില്ലേ? ഇപ്പോൾ അവരോട് പറയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കുവാൻ ഇടവരുത്തുന്നതുമല്ല. അറാഫ് സൂറത്തിലെ 48-49 ആയത്താണ് ഇവിടെ പ്രതിപാദിച്ചത്. ഇയാദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം ആക്രമിക്കരുതെന്നും ആരും ആരോടും അഹങ്കാരം നടിക്കരുതെന്നും പരസ്പരം വിനയാന്വിതനായി പെരുമാറണമെന്നും അള്ളാഹു എനിക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിം 2865-64 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനം ധനത്തിൽ കുറവ് വരുത്തുകയില്ല, മാപ്പ് ചെയ്താൽ പ്രതാപം വർദ്ധിക്കുകയുള്ളൂ, വിനയാന്വിതനായി പെരുമാറുന്നവനെ അള്ളാഹു ഉന്നതനാക്കും. മുസ്ലിം 2588 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം കുറെ കുട്ടികളുടെ അടുത്തുകൂടി നടന്നപ്പോൾ അവർക്ക് സലാം ചൊല്ലി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. ബുഖാരി 11:27, മുസ്ലിം 2168-15 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, മദീനയിലെ ചില അടിമ പെൺകുട്ടികൾ തങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു. ബുഖാരി 10:408-409 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അസ്വദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ആരോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അവർ പറഞ്ഞു, അവിടുന്ന് ഭാര്യമാർക്ക് ഖിദ്മത്ത് ചെയ്യാറുണ്ടായിരുന്നു, നിസ്കാര സമയമായാൽ നിസ്കരിക്കാൻ പോവുകയും ചെയ്യും. ബുഖാരി 10:385 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. തമീം റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ഞാൻ ചെന്ന് പറഞ്ഞു, റസൂലേ, ഞാനൊരു വിദേശിയാണ്, ദീനീ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ വന്നതാണ്, ദീനെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആരോ ഒരു കസേര കൊണ്ടുവന്നു. അവിടുന്ന് അതിലിരുന്നു കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം പ്രസംഗിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് അത് പൂർത്തീകരിച്ചു. മുസ്ലിം 876. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഭക്ഷണം കഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിരലുകളും നക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് കൊഴിഞ്ഞാൽ അതെടുത്ത് അഴുക്കുകൾ നീക്കം ചെയ്ത് ഭക്ഷിക്കണമെന്നും പിശാചിന് വേണ്ടി അത് ഉപേക്ഷിക്കരുതെന്നും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ഭക്ഷണത്തളികയെ തുടച്ചു വൃത്തിയാക്കാൻ കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഭക്ഷണത്തിലെ ഏത് ഭാഗത്താണ് ബറക്കത്തുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. മുസ്ലിം 2034 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആടിനെ മേച്ചിട്ടില്ലാത്ത ഒരാളെയും അള്ളാഹു നബിയായി നിയോഗിച്ചിട്ടില്ല. അങ്ങും അങ്ങനെ തന്നെയാണോ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെ, ഖിറാത്തുകൾക്ക് വേണ്ടി ഞാനും മക്കക്കാരുടെ ആടുകളെ മേച്ചിട്ടുണ്ട്. ബുഖാരി 4363 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൃഗത്തിന്റെ ഒരു കയ്യോ കാലോ
ഭക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും ആ ക്ഷണം ഞാൻ സ്വീകരിക്കും. മൃഗത്തിന്റെ ഒരു കയ്യോ കാലോ ഹദിയായി തന്നാലും ഞാനത് സ്വീകരിക്കും. ബുഖാരി 5:147 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽബാ എന്ന ഒട്ടകം ഒരിക്കലും പിന്നിലാക്കാറില്ല. ഒരിക്കൽ ഒരു അറാബി തന്റെ ഒട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകത്തെ മുൻകടന്നു. അത് മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതിക ലോകത്ത് കൂടുതൽ ഉയർന്നതിനെ താഴ്ത്തൽ അള്ളാഹുവിന്റെ നിയമമാണ്. അതിനാൽ ഇതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അഹങ്കാര ദൂരീകരണത്തിന് അത് കൂടിയേ തീരൂ. ബുഖാരി 6:55 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങൾ, ചിന്തിക്കുക. അതായത് ഭൗതിക ലോകത്ത് ചില കഴിവുകൾ ചിലരേക്കാൾ താഴ്ത്തിയേക്കാം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ മുൻകടക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഈ ഹദീസുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ എങ്ങനെ വിനയാന്വിതരായി ജനങ്ങളോട് പെരുമാറണം, ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ വസിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അധ്യായം 72 അഹങ്കാരവും ഗർവും നിഷിദ്ധം. അഹങ്കാരത്തിന്റെയും ഗർവിനെയൊക്കെ നിഷിദ്ധമാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, ഭൂമിയിൽ ഉന്നതാവസ്ഥയോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്ക് പരലോകം നാം നിശ്ചയിച്ചിരിക്കുന്നത്, അഥവാ സ്വർഗമാണ് നാം നിശ്ചയിച്ചിരിക്കുന്നത്. അന്തിമ വിജയം ഭക്തന്മാർക്കാണ്. ഖസസ് സൂറത്തിലെ 83-ാമത്തെ ആയത്ത്. ഭൂമിയിലൂടെ നീ അഹങ്കരിച്ച് നടക്കരുത്. ഇസ്രായേൽ 37-ാമത്തെ ആയത്ത്. അഹങ്കാരത്താൽ ജനങ്ങളിൽ നിന്ന് നീ മുഖം തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത്. പൊങ്ങച്ചവും അഹങ്കാരവും കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ലുഖ്മാൻ സൂറത്തിലെ 18-ാമത്തെ ആയത്ത്. നിശ്ചയം ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ വംശജനായിരുന്നു. അവൻ അവരോട് ധിക്കാരം കാണിച്ചു. അവന് നാം ധാരാളം നിക്ഷേപങ്ങൾ നൽകി. ആ ഖജനാവുകളുടെ താക്കോലുകൾ അതിശക്തിയുള്ള ഒരു കൂട്ടം ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിനുമേറെയായിരുന്നു. അക്കാലത്തെ ജനങ്ങൾ അവനോട് പറഞ്ഞിരുന്നു, നീ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട. അങ്ങനെ ആഹ്ലാദിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. തന്നിമിത്തം ഭൂമിയിൽ അവനെയും അവന്റെ ഭവനത്തെയും നാം ആഴ്ത്തിക്കളഞ്ഞു. ഖസസ് സൂറത്തിലെ 77-ാമത്തെ ആയത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, മനസ്സിൽ അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, മനുഷ്യൻ തന്റെ വസ്ത്രവും പാദരക്ഷയും ഭംഗിയുള്ളതാവാൻ ആഗ്രഹിക്കാറുണ്ടല്ലോ, അത് അഹങ്കാരത്തിൽ പെടുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അഴകുള്ളവരും അഴകിനെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അത് അഹങ്കാരമല്ലെന്ന് ചുരുക്കം. സത്യത്തെ ധിക്കരിക്കലും ജനങ്ങളെ അവഗണിക്കലുമാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം. മുസ്ലിം 91 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സലമാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ ഇടത് കൈകൊണ്ട് ഭക്ഷിച്ചപ്പോൾ അവിടുന്ന് അവനോട് പറഞ്ഞു, നീ വലത് കൈകൊണ്ട് ഭക്ഷിക്കുക. എനിക്കതിന് സാധിക്കില്ല എന്നയാൾ തർക്കിച്ചു അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിനക്കതിന് കഴിയാതിരിക്കട്ടെ. അഹങ്കാരം മാത്രമാണ് അവനെ അതിൽ നിന്ന് തടഞ്ഞത്. പിന്നീട് ഒരിക്കലും ആ കൈ വായിലേക്ക് ഉയർത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. മുസ്ലിം 2021 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹാരിസ റളിയല്ലാഹു അൻഹു നിവേദനം, നരകവാസികളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്രൂരമനസ്കരും അന്യായമായി ധനം സമ്പാദിക്കുന്നവരും അഹങ്കാരികളുമാണവർ. ബുഖാരി 8:507-508 മുസ്ലിം 2853 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ സ്വർഗ്ഗനരകങ്ങൾ തർക്കിക്കാൻ തുടങ്ങി. സ്വച്ഛാധിപതികളും അഹങ്കാരികളും എന്നിലാണെന്ന് നരകം പറഞ്ഞപ്പോൾ അബലരും അഗതികളും എന്നിലാണെന്ന് സ്വർഗം പറഞ്ഞു. തർക്കത്തിന് വിരാമമിട്ടുകൊണ്ട് അള്ളാഹു വിധിച്ചു, സ്വർഗമേ, നീ എന്റെ കാരുണ്യമാണ്. നീ മുഖേന ഞാൻ ഉദ്ദേശിച്ചവർക്ക് കരുണ ചെയ്യും. നരകമേ, നീ എന്റെ ശിക്ഷയാണ്. നീ മുഖേന ഞാൻ ഉദ്ദേശിച്ചവരെ ശിക്ഷിക്കും. നിങ്ങൾക്കിരുവർക്കും നിറയുവോളം ഞാൻ തരും. മുസ്ലിം 2847 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരത്താൽ വസ്ത്രം വലിച്ചു വെച്ച് നടക്കുന്നവര് നേരെ അന്ത്യദിനത്തിൽ അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതല്ല. ബുഖാരി 10:219-220 മുസ്ലിം 2087 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 തരക്കാരോട് അന്ത്യദിനത്തിൽ അള്ളാഹു സ്നേഹത്തോടെ സംസാരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ കാരുണ്യത്തോടെ നോക്കുകയോ ഇല്ല. അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. വൃദ്ധനായ വ്യഭിചാരി, കള്ളം പറയുന്ന രാജാവ്, അഹങ്കാരിയായ ദരിദ്രൻ എന്നിവരാണവർ. മുസ്ലിം 107 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചു, പ്രതാപം എന്റെ ഉടുതുണിയും അഹങ്കാരം എന്റെ ശിരോവസ്ത്രവുമാണ്. എന്നോട് ഇക്കാര്യത്തിൽ മത്സരിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. മുസ്ലിം 2620 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉടുതുണി, ശിരോവസ്ത്രം എന്നിവ അലങ്കാരിക പ്രയോഗങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിമനോഹരമായ വസ്ത്രം ധരിച്ച് തലമുടി ചീകി വെച്ച് അഹങ്കാരത്തോടെ നടന്ന ഒരു മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. അന്ത്യനാളി വരെ അവൻ ഭൂമിയിൽ താഴ്ന്നുകൊണ്ടേയിരിക്കും. ബുഖാരി 10:221, 222, മുസ്ലിം 2088 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സലമാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുരഭിമാനത്തിൽ കഴിയുന്നവനെ ഒടുവിൽ ധിക്കാരികളുടെ പട്ടികയിൽ രേഖപ്പെടുത്തും. അതോടെ അവർക്ക് വന്നു ഭവിച്ചതെല്ലാം അവനെയും ബാധിക്കും. തിർമിദി 2001 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 73 സൽ സ്വഭാവം, നല്ല സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. നിശ്ചയം താങ്കളുടെ സ്വഭാവം അത്യുത്തമമാണ്. 100 സൂറത്തിലെ 4-ാമത്തെ ആയത്ത്. കോപം അടക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവരായ സജ്ജനങ്ങൾക്കാണ് സ്വർഗം. സജ്ജനങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആലി ഇമ്രാൻ 134-ാമത്തെ ആയത്ത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യകരത്തേക്കാൾ മാർദ്ധവമേറിയ പട്ടു ചേർത്ത് നിർമ്മിച്ചതോ ഞാൻ സ്പർശിച്ചിട്ടേയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തേക്കാൾ നല്ല ഒരു സുഗന്ധവും ഞാൻ അനുഭവിച്ചിട്ടില്ല. 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിടുന്ന് എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി അതെന്തിനു ചെയ്തെന്നോ ഞാൻ ചെയ്യാത്ത കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് ചെയ്തില്ലെന്നോ ചോദിച്ചിട്ടില്ല. ബുഖാരി 6:420, 421, 10:383, 384, മുസ്ലിം 2330, 2309 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. സഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാനൊരു കൈതയെ പാരിതോഷികമായി നൽകി. അവിടുന്ന് അതിനെ എനിക്ക് തന്നെ തിരിച്ചു തന്നു. അപ്പോൾ എന്റെ മുഖം മങ്ങിയത് മനസ്സിലാക്കി അവിടുന്ന് പറഞ്ഞു, നാം മജ്ജിന് ഹെറാൻ കെട്ടിയത് കൊണ്ട് മാത്രമാണ് അതിനെ തിരിച്ചു തന്നത്. ബുഖാരി 4:26-28, മുസ്ലിം 1193 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നവാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നന്മ തിന്മകളെ സംബന്ധിച്ച് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രത്യുത്തരം നൽകി, സൽ സ്വഭാവമാണ് യഥാർത്ഥ നന്മ. മനസ്സിൽ സംശയമുളവാക്കുകയും ആളുകൾ അറിയുന്നതിനേക്ക് പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് തിന്മ. മുസ്ലിം 2553 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീചവാക്കുകൾ പറയുകയോ മനഃപൂർവ്വം ഉണ്ടാക്കി പറയുകയോ ചെയ്തിട്ടില്ല. നിങ്ങളിൽ സൽസ്വഭാവികളാണ് അത്യുത്തമൻ എന്ന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ബുഖാരി 10:378, മുസ്ലിം 2321 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ സത്യവിശ്വാസികളുടെ തുലാസിൽ സൽ സ്വഭാവത്തേക്കാൾ ഭാരം തൂങ്ങുന്ന മറ്റൊരു വസ്തു ഉണ്ടാവില്ല. നിശ്ചയം നിജവാക്കുകൾ പറയുന്ന ദുസ്വഭാവിയോട് അള്ളാഹു കോപിക്കുക തന്നെ ചെയ്യും. തിർമിദി 2003, 2004 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, കൂടുതൽ ജനങ്ങളെ സ്വർഗാവകാശികളാക്കുന്ന കാര്യം എന്തെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച ഭക്തിയും സൽ സ്വഭാവവുമാണത്. അധികം ആളുകളെയും നരകത്തിന് അർഹരാക്കുന്ന കാര്യം എന്തെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, വാഴയും ഗുഹ്യസ്ഥാനവുമാണത്. തിർമിദി 2005 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തമ സ്വഭാവമുള്ളവരാണ് പൂർണ്ണ സത്യവിശ്വാസികൾ. സഹധർമ്മിണിയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് നിങ്ങളിൽ അത്യുത്തമൻ. തിർമിദി 11:62, 1162 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദാ നോമ്പനുഷ്ഠിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവരുടെ ഉന്നത പദവി സത്യവിശ്വാസിക്ക് സൽസ്വഭാവത്തിലൂടെ നേടാൻ കഴിയും. അബൂദാവൂദ് 4798 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തർക്കം ഉപേക്ഷിക്കുന്നവന് അവൻ സത്യത്തിന് വേണ്ടി വാദിക്കുന്നവനാണെങ്കിലും സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് അവന് ഭവനം നൽകാമെന്ന് ഞാൻ ഉത്തരവാദിത്തമേൽക്കുന്നു. തമാശയായി പോലും കള്ളം പറയാതിരിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനം നൽകാമെന്ന് ഞാൻ ഏൽക്കുന്നു. സൽസ്വഭാവിക്ക് സ്വർഗത്തിന്റെ ഉപരിഭാഗത്ത് ഒരു ഭവനം നൽകാമെന്നും ഞാൻ ഏൽക്കുന്നു. അബൂദാവൂദ് 4800 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനത്തിന് അർഹരാവുന്നവരും സൽസ്വഭാവികളാണ്. അന്ത്യനാളിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നവരും എന്നിൽ നിന്ന് ഏറ്റവും അകന്നവരും വായാടികളും ശബ്ദാഡംബരത്തോടെ ആരോപണം ഉന്നയിക്കുന്നവരും മുത്തഫയ്യീങ്ങളുമാണ്. സ്വഹാബികൾ ചോദിച്ചു, ആരാണ് റസൂലേ ഈ മുത്തഫയ്യീങ്ങൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരികളാണവർ. തിർമിദി 2019 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അധ്യായം 74 സഹിഷ്ണുത, സഹനം, ദയ എന്നിവയെക്കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, കോപത്തെ അടക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുക. ഭക്തജനങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ് സ്വർഗം. നല്ലത് ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കും. ആൽ ഇമ്രാനിലെ 134 ആയത്ത്. നീ മാപ്പ് നൽകുകയും നല്ലത് മാത്രം കൽപ്പിക്കുകയും പരമന്മാരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക. പാമരന്മാരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക. അറാഫ് സൂറത്തിൽ 199 ആയത്ത്. നല്ലതും ചീത്തയും ഒരിക്കലും തുല്യമാവില്ല. കൂടുതൽ നല്ലത് കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ നീയും നിന്റെ ശത്രുവും ആത്മബന്ധുക്കളെ പോലെയായിത്തീരും. ക്ഷമാശീലർക്കല്ലാതെ ഇത് നേടാൻ കഴിയുകയില്ല. മഹാഭാഗ്യശാലിയല്ലാതെ അത് കൈവരിക്കുകയുമില്ല. ഫുസ്സിലത്ത് സൂറത്തിന് 34-35 ആയത്ത്. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവൻ വിജയിച്ചു. അത് ദൃഢചിത്തയുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഷൂറാ സൂറത്തിന് 43 ആയത്ത്. അടുത്ത ഹദീസാണ് 632 ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ നിന്നിലുണ്ട്. ഒന്ന് സഹിഷ്ണുതയും സഹനവുമാണവ. മുസ്ലിം 17-18-25 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ദയാലുവാണ്. എല്ലാ കാര്യങ്ങളിലും അവൻ ദയ ഇഷ്ടപ്പെടുന്നു. ബുഖാരി 10-375, മുസ്ലിം 2165 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു ദയാലുവാണ്. അവൻ ദയ ഇഷ്ടപ്പെടുന്നു. പരുഷഭാവങ്ങൾക്കോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ നൽകാത്ത പ്രതിഫലം കാരുണ്യത്തിന് അവൻ നൽകുന്നതാണ്. മുസ്ലിം 2593 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം ദയ ഉൾക്കൊള്ളുന്ന ഏത് കാര്യവും ഭംഗിയുള്ളതാണ്. ഏതൊന്നിൽ നിന്ന് ദയ നീക്കം ചെയ്യപ്പെടുന്നുവോ അത് വികൃതമായിരിക്കും. മുസ്ലിം 2594 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു അറാബി പള്ളിയിൽ മൂത്രമൊഴിച്ചു. ജനങ്ങൾ അയാളെ വഴക്കു പറയാനൊരുങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയാളെ വിട്ടേക്കുക. അയാൾ മൂത്രമൊഴിച്ചെടുത്ത് ഒരു തൊട്ടി വെള്ളമെടുത്തൊഴിക്കുക. നിശ്ചയം കാര്യങ്ങൾ ലളിതവൽക്കരിക്കുന്നവരായാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. കാര്യങ്ങൾ ലളിതവൽക്കരിക്കുന്നവരായാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരായല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. കഠിനമാർഗം അവലംബിക്കേണ്ടതില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി 1-278-279 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എളുപ്പമാർഗം സ്വീകരിക്കുക, പ്രയാസമുള്ളത് ഒഴിവാക്കുകയും ചെയ്യുക, സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കാതിരിക്കുക. ബുഖാരി 1-150, മുസ്ലിം 1734 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജരീർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കാരുണ്യത്തെ സ്വയം തടഞ്ഞാൽ അവർ സർവ്വനന്മകളും തടയപ്പെട്ടു. മുസ്ലിം 2592 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, എനിക്ക് ഉപദേശം തരണമെന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് നീ കോപിക്കരുത് എന്ന് ഉപദേശിച്ചു. അയാൾ പല പ്രാവശ്യം ഇതേ അഭ്യർത്ഥന നടത്തിയപ്പോഴും നീ കോപിക്കരുത് എന്ന ഉപദേശമാണ് അവിടുന്ന് നൽകിയത്. ബുഖാരി 10,431 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ശദ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം സർവ്വകാര്യങ്ങളിലും അല്ലാഹു ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ വധിക്കുമ്പോൾ നല്ല നിലക്ക് വധിക്കുക. നിങ്ങൾ അറുക്കുന്നെങ്കിൽ നല്ല വിധത്തിൽ അറുക്കുക. അറുക്കുന്നവൻ കത്തിമൂർച്ച കൂട്ടുകയും അറുക്കപ്പെടുന്ന മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുക. മുസ്ലിം 1955 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 കാര്യങ്ങൾ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അനുമതി ലഭിച്ചാൽ കുറ്റകരമല്ലെങ്കിൽ അതിൽ ലളിതമായതാണ് സ്വീകരിച്ചിരുന്നത്. ഇനി കുറ്റകരമാണെങ്കിലോ മറ്റുള്ളവരെക്കാൾ അവിടുന്ന് അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു ആദരിക്കാൻ നിർദ്ദേശിച്ചത് അനാദരിക്കപ്പെട്ടാലല്ലാത്ത സ്വന്തം കാര്യത്തിൽ അവിടുന്ന് ഒരിക്കലും ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അനാദരിച്ചാൽ അള്ളാഹുവിന് വേണ്ടി ശിക്ഷാ നടപടി സ്വീകരിക്കാൻ മടി കാണിച്ചിരുന്നുമില്ല. ബുഖാരി 6,419, 420, മുസ്ലിം 2,327 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരകം നിഷിദ്ധമായവൻ നരകത്തിന് നിഷിദ്ധമായവനും ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളോട് അടുപ്പവും സൗമ്യതയും സഹിഷ്ണുതയും വിട്ടുവീഴ്ച മനസ്ഥിതിയും കാണിക്കുന്നവർക്കെല്ലാം നരകം നിഷിദ്ധമാണ്. അവർ നരകത്തിൽ സ്ഥിരമായി താമസിക്കേണ്ടി വരികയില്ല. തിർമിദി 2,490 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹുവിന്റെ തിരുദൂതരുടെ ആ ജീവിത രീതി, ആ സഹിഷ്ണുത, ആ ലാളിത്യ മനോഭാവം, ആ കാരുണ്യ മനോഭാവം. സഹോദരങ്ങളെ, അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പുണ്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യ ജീവിതം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കാരുണ്യമായിരിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആ മാർഗം പിന്തുടരാൻ വെമ്പൽ കൊള്ളുക. നമ്മളുടെ നാവിൽ നിന്ന്, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ലാതിരിക്കുക. എന്നാൽ ദീനീ കാര്യങ്ങളിൽ അവനെ നമ്മൾ വെറുത്താലും നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യുക. കാരണം ദീനീ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ വെറുക്കും, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി നമ്മൾ അത് പറയാതിരിക്കരുത്. അത് നമ്മൾ പറയുക തന്നെ വേണം. എന്നാൽ നമ്മുടെ കാര്യങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സഹിഷ്ണുത പുലർത്തുക, നമ്മൾ കാരുണ്യം പുലർത്തുക, നമ്മൾ ലാളിത്യം പിന്തുടരുക. അങ്ങനെ ലാളിത്യം പിന്തുടരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പാതയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുക. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നതൊരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകനോട് കൂടെ സംഗമിക്കാൻ, പ്രവാചകനോട് കൂടെ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളോട് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഈ സാധുവായി എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.